ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രം തകർക്കുമെന്ന് ഇറാൻ്റെ ഭീഷണി. അതിനുള്ള കൃത്യമായിരിക്കുന്ന രൂപരേഖ തങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നു എന്ന തരത്തിലുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തെക്കൻ ഇസ്രായേലിൽ നെഗേർ മരുഭൂമിയിലാണ് ഡിമോണ ആണവ കേന്ദ്രമുള്ളത്. 2 ആണവ കേന്ദ്രമാണ് പ്രധാനമായിട്ടും ഇസ്രായേലിനുള്ളത്. അതിലൊന്ന് ഈ പറയപ്പെട്ട ഡിമോണ ആണവ കേന്ദ്രമാണ്. അത് 1950-60 കാലത്ത് ഡേവിഡ് ബെൻഗൂറിയൻ ഇസ്രായേൽ ഭരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഫ്രാൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് തെക്കൻ ഇസ്രായേൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാക്കിയത് എന്നാണ് പറയപ്പെടുന്നത്. ജെറുസലേം നഗരത്തിൽ നിന്ന് 130 കിലോമീറ്റർ കിഴക്കായിട്ടാണ് ഈ പറയപ്പെട്ട പ്രദേശം. ഇതിനെ തിരഞ്ഞ് ഏകദേശം 200ഓളം മിസൈലുകൾ ഇറാൻ ആദ്യഘട്ടത്തിൽ തന്നെ വിട്ടിരുന്നു. അതിൽ ലോകം വലിയൊരു വിഡ്ഢിത്തമാണ് ഇറാൻ ചെയ്തത് എന്ന് പരാമർശിക്കപ്പെട്ടത് അന്നാണ്. അതായത് 300 മിസൈൽ വിട്ടുകൊണ്ട് വലിയ രീതിയിലൊരു ആക്രമണം കഴിഞ്ഞ വർഷം നടത്തിയതിൽ ഏകദേശം 40 അല്ലെങ്കിൽ അതിൽ കൂടുതൽ 100ഓളം എന്നൊക്കെ പറയുന്നുണ്ട്. അത്രയും മിസൈലുകൾ മരുഭൂമി കേന്ദ്രീകരിച്ചുകൊണ്ട് വെറുതെ വീണ് പൊട്ടിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്ത് വിവരക്കേടാണ് ഇവർ ചെയ്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാനും ദിവസത്തിന് ശേഷമാണ് അതിൻ്റെ കൃത്യമായിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര റിപ്പോർട്ട് പുറത്തു വന്നത്. ഇറാൻ ഈ പറയപ്പെട്ട മേഖലയിലുള്ള ആണവ കേന്ദ്രം തിരയുകയായിരുന്നു. ആ പ്രദേശത്ത് എവിടെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഈ പറയപ്പെട്ടത് 2 പക്ഷേ 10-ലധികം ഇങ്ങനെ ഈ ആണവ കേന്ദ്രങ്ങൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിനെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ആക്രമണം നടത്തിയത് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ആണവ കേന്ദ്രം ആക്രമിക്കുമെന്ന് ഇറാൻ പറഞ്ഞതാണ്. അപ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യം, നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് നിർബന്ധമായിട്ടും ആവശ്യമാണ്. പ്രത്യേകിച്ച് യുദ്ധവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്തൊക്കെ വീഡിയോകൾ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ വലിയ രീതിയിൽ നിരീക്ഷണത്തിന് വിധേയമാക്കുന്നതാണ്. അങ്ങനെ ആകുന്ന സമയത്ത് അതിൻ്റെ സപ്പോർട്ട് വലിയ രീതിയിലുള്ള ഗുണം ചെയ്യുമെന്നുള്ള കാര്യം അറിയിക്കുകയാണ്. ഓക്കെ, രണ്ടാമത്തേത് സൊറക്ക് എന്ന് പറയുന്ന ആണവ കേന്ദ്രം. ഇത് തെല്ലവീവിൽ നിന്ന് 20 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇറാന് പറയുന്ന കാര്യം, തങ്ങൾക്കറിയാം എവിടെയൊക്കെയാണ് ഇസ്രായേലിന് ആണവ കേന്ദ്രമുള്ളത് എന്നുള്ളത്. അതിനനുസരിച്ചുള്ള സംവിധാന കാര്യങ്ങളൊക്കെ, അതായത് ആക്രമിക്കാൻ സംവിധാന കാര്യങ്ങളൊക്കെ തങ്ങൾ ഒരുക്കിയിരിക്കുന്നു. വല്ലാതെ വൈകാതെ അതുണ്ടാവും എന്ന് പറഞ്ഞതോടുകൂടി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സുരക്ഷിതത്വം ഇപ്പോൾ ഇസ്രായേൽ സർക്കാർ ഒരുക്കിയിരിക്കുകയാണ്. ആകാശ നിരീക്ഷണവും കടൽ നിരീക്ഷണവും കരനിരീക്ഷണവും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. 1591 കിലോമീറ്ററാണ് തെഹ്റാനിൽ നിന്ന് ഡിമോണ ആണവ കേന്ദ്രത്തിലേക്കുള്ള ദൂരപരിധി കണക്കാക്കുന്നത്. 2000 കിലോമീറ്ററിലധികം അല്ലെങ്കിൽ 2000 കിലോമീറ്ററിൻ്റെ മിസൈലുകൾ ഇറാൻ്റെ കൈവശത്തിലുണ്ട്. കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ പാകത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ് അത് എന്നുള്ളതും അതിൻ്റെ റൂട്ട് മാപ്പുകൾ പല ഘട്ടങ്ങളിലായി ഇസ്രായേലിയരിൽ നിന്ന് തന്നെ ചോർത്തിയെടുക്കാൻ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ഈ ഇസ്രായേലിൻ്റെ ശാസ്ത്രജ്ഞന്മാരുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെക്കുറിച്ചും അവർ താമസിക്കുന്ന ഇടത്തെക്കുറിച്ചുമെല്ലാം കൃത്യമായിരിക്കുന്ന ബയോഡാറ്റ തങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഇതിനു മുൻപ് അതൊക്കെ തയ്യാറാക്കിയിട്ട് പ്രസിദ്ധീകരിക്കുകയും സോഷ്യൽ മീഡിയ ഒക്കെ കൊണ്ട് ആഘോഷിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ അതുകൊണ്ട് തങ്ങൾക്ക് ലക്ഷ്യം പിഴക്കുകയില്ല. കൃത്യമായിരിക്കുന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ആക്രമണം നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ കൈവിട്ടു പോയിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രതീക്ഷ രീതിയിലോ ഒന്നുമല്ല യുദ്ധം പോകുന്നത്. അവരെ ഉദ്ദേശിച്ച കാര്യം സുപ്രീം ലീഡറെ വധിച്ചതോട് കൂടിയിട്ട് എന്തുണ്ടാവും, അവിടെ ആകെ സൈനികരെ സംബന്ധിച്ചിടത്തോളം വെപ്പറാളുണ്ടാവും. നേതൃത്വം നഷ്ടപ്പെടുന്ന സമയത്ത് ഏത് തരത്തിൽ യുദ്ധം ചെയ്യണമെന്ന് അറിയാത്ത വല്ലാത്തൊരു പ്രയാസം ഉണ്ടാവും. പ്രത്യേകിച്ച് ആ രാജ്യത്തിൻ്റെ അകത്ത് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. സർക്കാർ വിരുദ്ധമായിരിക്കുന്ന പ്രക്ഷോഭ സമരങ്ങൾ രൂക്ഷമായിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ജനങ്ങൾ തെരുവിലിറങ്ങും, സർക്കാരിനെതിരെ സമരം ചെയ്യും. ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ എളുപ്പത്തിൽ ഉദ്ദേശ ലക്ഷ്യം സാധിക്കാൻ വേണ്ടി സാധിക്കും എന്ന് ഇസ്രായേൽ കണക്കുകൂട്ടി, ഏറെക്കുറെ അമേരിക്ക കണക്കുകൂട്ടി അങ്ങനെയാണ്. പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തുന്ന രീതിയിലാണ് പിന്നീട് ഉണ്ടായത്. പ്രക്ഷോഭകാരികൾ വരെ
ഇറാൻ്റെ ഗവൺമെൻറ്റിന് സപ്പോർട്ട് ചെയ്തു. കാര്യം എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യം തങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്ത് കയറി പരമോന്നത അധ്യക്ഷനെ വധിച്ചു എന്ന് പറഞ്ഞാൽ അത് ന്യായീകരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ പോയി എന്ന് പറഞ്ഞാൽ റൂട്ട് വല്ലാതെ മാറി സഞ്ചരിക്കുന്നു എന്നുള്ള ചുരുക്കം. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് പേച്ചു പോയത്. പല സന്ദേശങ്ങളും പല രൂപത്തിലും അമേരിക്കയും ഇസ്രായേലും ഇറാനോട് പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് അവർ സ്വീകരിച്ചിട്ട്, അഥവാ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ കയ്യേറണം, നിങ്ങൾക്ക് പിറകിൽ തന്നെ ഞങ്ങളുണ്ട്, ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്, ഇറങ്ങിയിരിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊന്നും ഒരു സ്വീകാര്യമായിരിക്കുന്ന റൂട്ടിലേക്ക് മാറിയിട്ടില്ല. പിന്നീട് കുർദിഷ് വിഭാഗത്തെ സംഘടിപ്പിച്ചുകൊണ്ട് ഇറാഖിലുള്ള കുർദിഷ് ഏരിയയിൽ നിന്ന് അമേരിക്കയുടെ സൈനികരും കുർദിഷ് സൈനികരും സംയുക്തമായ രീതിയിൽ ഇറാനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള പ്രാക്ടിക്കൽ നടത്തുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യുന്നു, ഞങ്ങൾ അവരാണ് ആവശ്യമുള്ളത് എന്ന തരത്തിൽ അതിന് ഇറാൻ മറുപടി നൽകിയിരിക്കുന്നു. സൈനികപരമായിരിക്കുന്ന ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞാൽ ഭയാനകരമായിരിക്കുന്ന രൂക്ഷിത യുദ്ധത്തിലേക്ക് അത് എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ 3 ലക്ഷത്തോളം സൈനികരും 3 ലക്ഷത്തിലധികം റിസർവ് സൈനികരുമുള്ള ഒരു സൈനിക സാമ്രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ സൈനിക കമാൻഡർമാരൊക്കെ ഇടപെട്ടുകൊണ്ട് കാലുമാറ്റുക, അങ്ങനത്തെ പ്രവർത്തികളുണ്ടല്ലോ, അതൊക്കെ ഒരുപാടായി അമേരിക്ക ചെയ്യുന്നു. പക്ഷേ അതിലൊന്നും യഥാർത്ഥത്തിൽ ഒരു ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അക്കാര്യം ഇറാൻ എന്ന് പറയുന്നത് ഒരു മതരാഷ്ട്രമാണ്. അതിനൊരു മതത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അതിൻ്റെ ഒരു സംവിധാനങ്ങളും അതിൻ്റെ ഒരു പിന്തുണയുണ്ട്. അപ്പോൾ മതരാഷ്ട്രീയമാകുന്ന സമയത്ത് രാഷ്ട്രീയത്തിൽ നിന്ന് മതവും അതുപോലെ തന്നെ രാഷ്ട്രീയവും ബന്ധപ്പെട്ട് ഇരിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരാളെ മാറ്റുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് നടക്കാത്തൊരു വിഷയമാണ്. കാര്യമെന്ന് പറഞ്ഞത് ഇറാഖുമായിട്ട് യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇറാഖിലെ ക്യാബിനറ്റ് മന്ത്രിമാർ, സൈനിക കമാൻഡർമാർ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പലരും കൂറുമാറി അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്നിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചു. അതുകൊണ്ട് അമേരിക്കയ്ക്ക് യുദ്ധം എളുപ്പമാവുകയും ചെയ്തു. പക്ഷേ പിൽക്കാലത്ത്, അതായത് ആ ഭരണ സംവിധാനം മാറി പുതിയ ഭരണ സംവിധാനം അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പറയപ്പെട്ട ഈ ക്യാബിനറ്റ് മന്ത്രിമാരുടെ ലിസ്റ്റിലുള്ളവർ, സൈനിക കമാൻഡർമാരുടെ ലിസ്റ്റിലുള്ളവർ, ഉന്നത ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റിലുള്ളവർ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, ഇവർ ഓരോരുത്തരെയും കാണാതായ തരത്തിലാണ് പിന്നീടുണ്ടായത്. സദ്ദാമിന് വധശിക്ഷ വിധിക്കപ്പെട്ട ആൾ വെടിയേറ്റ് മരിച്ച രീതിയിൽ കാണപ്പെട്ടു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അപ്പോൾ ആ തരത്തിൽ അവിടുത്തെ ആളുകളെ പിൽക്കാലത്തേക്ക് ഒറ്റപ്പെട്ട രീതിയിലോ അല്ലാതെയോ കാണാതാകുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ അർത്ഥം കൊലപ്പെടുത്തുന്നുണ്ട് എന്നും വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു അവസ്ഥാ സാഹചര്യങ്ങൾ ഇറാനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതായിരിക്കും പരിണത ഫലം എന്ന് കൃത്യമായിട്ട് അറിയാം. അമേരിക്കയും ഇസ്രായേലും ഏത് കാലത്ത് ഏത് രാജ്യത്തേക്ക് യുദ്ധം ചെയ്യുകയാണെങ്കിലും അതിൽ ഒറ്റുകൊടുക്കുന്നവരുടെ കാര്യങ്ങൾ അതിലൂടെയാണ് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിക്കുന്നത്. ഇപ്പോൾ വെനിസുലയിലെ പ്രസിഡന്റ് തട്ടിക്കൊണ്ടുപോയതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വെടിവെപ്പ് പോലും നടന്നായിരിക്കുന്ന റിപ്പോർട്ട് ഔദ്യോഗികമായിട്ട് പുറത്തു വന്നിട്ടില്ല. ഏതെങ്കിലും ഒരു സൈനികർ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടും വന്നിട്ടില്ല. അതിനർത്ഥം വളരെ എളുപ്പത്തിൽ അവർക്കത് സാധിച്ചു എന്നുള്ളതാണ്. വളരെ എളുപ്പത്തിൽ സാധിക്കുന്നത് കൊണ്ടാണ് സൈനിക കമാൻഡർമാരായിരിക്കുന്ന ആളുകൾ, ഈ പറയപ്പെട്ട ഈ വെനിസുലയുടെ പ്രസിഡന്റുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ, അവരെല്ലാവരും വളരെ കൃത്യതയോട് കൂടിയിട്ട്, അവരിൽ ആരെങ്കിലും ഒരാൾ കൃത്യതയോട് കൂടിയിട്ട് ഇയാൾ ഉറങ്ങുന്ന സമയം, ഇയാൾ വരുന്ന സമയം, ഇയാൾ പോകുന്ന സമയം, ഇരിക്കുന്ന സമയം, എല്ലാ കാര്യവും കൃത്യതയോട് കൂടി വിവരം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. വീടിൻ്റെ അകത്ത് വെനിസുലയുടെ പ്രസിഡന്റ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അമേരിക്കയുടെ സൈന്യം ഇങ്ങനെ മഴ പെയ്യുന്ന പോലെ അവിടെ ഭൂപ്രദേശത്തേക്ക് ഇറങ്ങി ഇയാളെ പിടിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു, കണ്ണുകെട്ടുന്നു, കൈ പൂട്ടുന്നു, അങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പോൾ ആ സ്ഥിതിയിൽ എളുപ്പമല്ല ഇറാന് എന്ന് അവർക്കത് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് ലോകം പഠിച്ചൊരു പാഠമെന്ന് പറയാം, കൂടെ ഉള്ളവർ ഒറ്റ കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് യുദ്ധം അവസാനിക്കായിരുന്നു. അങ്ങനെ ആവുന്നില്ല എന്നുള്ളതാണ് അമേരിക്കയ്ക്ക് നിരാശ ഉണ്ടാക്കുന്ന കാര്യം. മാത്രമല്ല ഭാവിയിൽ അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവർക്ക് തന്നെ ഇത്തരം പ്രവൃത്തി ചെയ്യുന്ന ആലോചിക്കുന്നവർക്ക് വലിയ ആശങ്കയുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിക്കുകയും വേണമല്ലോ. ജീവിതമില്ലാത്ത രീതിയിൽ സർക്കാരിന് വിരുദ്ധമായിരിക്കുന്ന നിലപാടെടുക്കുന്നതിനോട് വലിയ യോജിപ്പൊന്നും പലർക്കും ഇല്ല. കാര്യം നമ്മൾ പറഞ്ഞു, ഒരു മതരാഷ്ട്ര എന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന ഒരു ബന്ധങ്ങൾ രാജ്യവുമായിട്ട് ഉണ്ടാകും എന്നതിനാൽ തന്നെ
ഇത് മുന്നോട്ട് പോവുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്ന് അമേരിക്കക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുർദുകൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. തുർക്കിയിലും ഇറാഖിലും ഇറാനിലും ഇതിൻ്റെ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തെല്ലാം കുർദുകളുണ്ട്. അതായത് ഇറാഖിൻ്റെ ബോർഡറിൽ കുർദുകളുണ്ട്, ഇറാൻ്റെ ബോർഡറിലും കുർദുകളുണ്ട്. അപ്പോൾ കുർദു ബോർഡർ ആകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇവർ ആശയവിനിമയം നടത്തുകയും ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ്. ഇതിലൂടെ കുർദുകൾക്ക് സൈനികമായിരിക്കുന്ന പ്രാക്ടിക്കൽ നൽകിക്കൊണ്ട് അവർ ഇറാനെതിരെ യുദ്ധം ചെയ്യിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കാൻ പറയുന്നതിന് പ്രധാനമായിരിക്കുന്ന കാര്യം എന്താണ്? അവർക്കൊരു രാജ്യം നൽകും എന്നുള്ളത്. ആ പ്രദേശത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു രാഷ്ട്രം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം കുർദുകൾക്ക് നൽകാൻ സാധ്യതയുണ്ട് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് കുർദുകൾ പറയുന്ന മറുപടിയുണ്ട്, ഇത് ഞങ്ങൾ ചതിക്കപ്പെട്ടതാണ്, ഇതിന് മുൻപ് ചതിച്ചിട്ടുണ്ട്, ബ്രിട്ടീഷുകാർ ചതിച്ചിട്ടുണ്ട് 1-ാം ലോക യുദ്ധത്തിൽ. അതിനുശേഷം ഇറാഖിൻ്റെയും അമേരിക്കയുടെയും യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് അന്നത്തെ ജോർജ് ബുഷ് ചതിച്ചിട്ടുണ്ട്, അവർ രാജ്യം തരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവരിപ്പോൾ ചേർന്ന് നിന്നിരുന്നു. പിന്നീട് ഇപ്പോൾ മൂന്നാമതും ഇവിടെ ഇസ്രായേലും അമേരിക്കയും രാജ്യം തരുമെന്ന് പറഞ്ഞാൽ തങ്ങൾക്കൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് എഴുതി തള്ളുന്ന രീതിയിലാണ് ഈ കാര്യങ്ങളുള്ളത്. ഇതും കൂടി യഥാർത്ഥത്തിൽ അമേരിക്ക വല്ലാത്ത രീതിയിൽ നിരാശപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.